ഹൈ ഗൈസ്, ഞാൻ റാസി. ഇപ്പൊ നിങ്ങൾ കാണുന്ന വാഗണർ നമ്മൾ ഇതിനെ ക്ലച്ച് ചേഞ്ച് ചെയ്ത വാഗണർ ആട്ടോ. ഓക്കെ, ഈ കാറ് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കാറിന് പിക്കപ്പ് വളരെ കുറവായിരുന്നു. അതായത് നമ്മൾ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ തീരെ ബൂസ്റ്റ് കിട്ടില്ല കേട്ടോ വണ്ടിക്ക്. അപ്പൊ നമ്മൾ ഓക്കെ ഇതിന് ഓണർ എടുത്ത് പറഞ്ഞു നിങ്ങൾ കുറച്ച് ദിവസം ഓടിക്കി എന്നിട്ട് നോക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ ദിവസം ഇതിന്റെ ഓണർ വിളിച്ചിട്ട് ഇതിന്റെ റിവേഴ്സ് ഗിയർ ഒന്നും വർക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ ബുഷൊക്കെ പോയിട്ടുണ്ട്. കാരണം ഇത് പ്രോപ്പർ സർവീസ് ചെയ്ത് കൊണ്ടിടക്കുന്ന വണ്ടി ആയിരുന്നില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഈ വണ്ടി ഗ്യാരേജിലേക്ക് എടുത്തുകൊണ്ട് വന്നു. ഇതിന്റെ ക്ലച്ച് റീപ്ലേസ് ചെയ്തു. അതിന്റെ റീൽ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏകദേശം 10 വർഷം മുമ്പാണ് ഇതിന്റെ ക്ലച്ച് മാറിയത് ഈ വണ്ടിയുടെ. അതിനുശേഷം 10 വർഷം ഉപയോഗിച്ചു ഇപ്പോൾ. ഓക്കെ, അപ്പൊ നമ്മൾ അയച്ചു ആ ക്ലച്ച്. അപ്പം അങ്ങനെ നമ്മൾ ആ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്തു. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കണം. ഓക്കെ, നിങ്ങളൊരു മെക്കാനിക് ആണെങ്കിൽ നിങ്ങൾ ആ വണ്ടിയുടെ കംപ്ലീറ്റ് വർക്കും ഫിനിഷ് ചെയ്ത ശേഷം നിങ്ങൾ ആ വണ്ടി ഓടിച്ച് നോക്കുക. അതായത് നിങ്ങൾക്കൊരു ടൈം ലൈൻ എല്ലാം കഴിഞ്ഞു. നിങ്ങൾ ആ ഓണറോട് പറഞ്ഞു ഇന്ന് വൈകിട്ടതിന് മുമ്പ് നിങ്ങൾ ആ വണ്ടി ഡെലിവറി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ആ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ വണ്ടിക്ക് പിക്കപ്പ് കിട്ടുന്നില്ല, മിസ്സിങ്, പല പല പ്രശ്നങ്ങൾ. മീൻസ് എന്താ പറയുക, നിങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ AC ഇട്ട് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വണ്ടി ഓഫായി പോകും. അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും നമ്മൾ അതിനെ ഫേസ് ചെയ്യാട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്യാരേജിൽ കൊണ്ടുപോയി അതിനെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലഗ് ആയിരുന്നു കംപ്ലൈൻറ്റ്. ഓക്കെ, ഈ ഒരു പ്ലഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗം ബ്ലാക്ക് ആയിട്ടുണ്ട്. അതായത് ഈ ഒരു പ്ലഗ് പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നല്ല പ്ലഗ് ആണെങ്കിൽ ഇതുപോലെ ഉണ്ടാവും, സെൻറ്ററിൽ വൈറ്റ് കളർ ഉണ്ടാവും. ഓക്കെ, വൈറ്റ് കളർ സെൻറ്ററിൽ കാണാം, ഇതിൻ്റെ ബ്ലാക്ക് ആണ്. അപ്പോൾ നമ്മൾ ഈ പ്ലഗ് റീപ്ലേസ് ചെയ്തു, ഇതിൻ്റെ കംപ്ലൈൻറ്റ് മാറിട്ടോ. ഓക്കെ, അപ്പം പഴയ വണ്ടികളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്ലഗ് ഒന്ന് ചേഞ്ച് ചെയ്യുക. കാരണം ഇതിൻ്റെ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ മാക്സിമം 20,000-30,000 കിലോമീറ്റർ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഈ വണ്ടി ജസ്റ്റ് നിങ്ങളൊന്ന് ഓടിച്ച് കാണിക്കാം. ഇപ്പം കുറച്ചൊരു കയറ്റം പോലെയുള്ള സ്ഥലം കേട്ടോ ഇത്. ഓക്കെ, അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പൊ നല്ല പവർ ആയിട്ടാ വണ്ടിക്ക്. നമ്മൾ കാല് കൊടുക്കുമ്പോൾ തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് കയറി പോകുന്നുണ്ട്. മാത്രമല്ല ഇത് K സീരീസ് എഞ്ചിനാണ്. K സീരീസ് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 സിലിണ്ടർ ആണെങ്കിലും നല്ല പെർഫോമൻസ് ഉള്ള എഞ്ചിനാണ്. ഓക്കെ, നമ്മൾ ആ പണ്ട് മാരുതി ഇറക്കിയിരുന്ന ആൾട്ടോയിലൊക്കെ വരുന്ന പോലെയുള്ള 3 സിലിണ്ടർ അല്ല ഇത്. ഈ K സീരീസ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നല്ല പെർഫോമൻസാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഓക്കെ, മാത്രമല്ല നമ്മുടെ ഗ്യാരേജിൽ നിങ്ങളുടെ കാർ സർവീസ് ചെയ്യണം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അതിൽ വിളിക്കാം, സ്ക്രീനിലും കൊടുത്തേക്കാം. ഓക്കെ ഗൈസ്, ഏകദേശം ഒരു 5 ദിവസത്തിന്റെ അകത്ത് നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നതായിരിക്കും കേട്ടോ കാറ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഓൾറെഡി നല്ല റഷാണ് നമ്മുടെ ഗ്യാരേജിൽ. അപ്പോൾ നമ്മുടെ ഒരു തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ചെയ്തിട്ട് മാത്രമേ അടുത്ത വണ്ടി കയറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ അത്രയും ടൈം വെയിറ്റ് ചെയ്യണം. കാരണം നമ്മൾ ചെയ്യുന്ന വണ്ടികൾ ക്വാളിറ്റിയിൽ ചെയ്യണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇന്ന് നമ്മളെ ടെൻഷൻ ആക്കിയ സാധനമാണ് ഈ പ്ലഗ് കിട്ടുക. ഓക്കെ, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എന്തൊക്കെ ചിന്തിച്ചു നിങ്ങൾക്ക് അറിയാം. അതായത് ഇതിന്റെ കാറ്റലിക് കൺവെർട്ടർ ബ്ലോക്ക് ആണോ, എയർ ഫിൽറ്റർ ബ്ലോക്ക് ആണോ, എഞ്ചിന് കംപ്രഷൻ കുറവാണോ, ഞാനിട്ട ക്ലച്ച് കംപ്ലൈന്റ് ആണോ, അതായത് ഒരുപാട് രീതിയിൽ എൻ്റെ മൈൻഡ് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ എഞ്ചിൻ സ്റ്റഡി ആയി വെച്ചിട്ട് നമ്മൾ റേസ് കൊടുക്കുമ്പോൾ ഒരു മിസ്സിങ്ങും ഫീൽ ചെയ്യുന്നേ ഇല്ല. പിന്നെ ഈ പ്ലഗ് അയച്ചപ്പോഴാണ് സമാധാനം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.